ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണക്കമീൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണക്കമീൻ പൊടിച്ച് വറുത്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിനൊപ്പം കഴിക്കാനായിട്ട് നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇതിലൊരു അല്പം മാത്രം മതിയാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള മീൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി കട്ട് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലധികമായിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനായിട്ട് എന്തായാലും കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉണക്കമാന്തളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഉണക്കമീനിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാമോളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായുള്ളത് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 20 എണ്ണത്തോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10-15 കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളക് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ നമുക്ക് ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളക് നമ്മൾ ചതയ്ക്കുന്നില്ല, അത് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളകാണ് ഉള്ളതെങ്കിൽ ഇതിൻ്റെ കൂടെ അങ്ങ് ചതച്ചാൽ മതി. അപ്പോൾ നമുക്കിനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഉണക്കമീൻ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സമയമായിട്ട് ഫ്രൈ ആക്കി നന്നായിട്ട് മൊരിച്ചെടുക്കരുത്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കിയിരിക്കുന്ന മീനും കൂടിയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഏത് ഉണക്കമീനാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് അങ്ങ് മൊരിയിക്കാതെ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് മീനെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് അതേ പാനിൽ തന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇഞ്ചി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. മുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം മുളക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ അതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ. ഈ സമയം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാരണ മുളക് പൊടിയാണ് ചേർക്കണമെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം തന്നെ ഇത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊക്കെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഒരുപാട് പൊടിയായിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മീനെല്ലാം നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുത്തേക്കണം. അപ്പോൾ മീനെല്ലാം നന്നായിട്ട് മൊരിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഉണക്കമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് എയർ ടൈറ്റുള്ള ഏതെങ്കിലും പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഈ റെസിപ്പികൾ കാണാനായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. താങ്ക്